പക്ഷേ ഈ വിധി നമ്മൾ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ വിധി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യം SBIക്ക് നാളെ തന്നെ നടപ്പാക്കേണ്ട രണ്ട് കാര്യങ്ങളാണുള്ളത്. അതായത് നേരത്തെ MR അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഈ വിവരങ്ങൾ രണ്ട് സൈലോസിലായാണ് തങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് SBI സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ആ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ അതുപോലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻ ഇതാണ്. ഏത് വ്യക്തി, ഏത് സംഘടന, ഏത് പ്രസ്ഥാനം അല്ലെങ്കിൽ ഏത് സ്ഥാപനം അവർ എത്ര ഈ ബോണ്ട് വാങ്ങി എന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് SBI നേരത്തെ കോടതിയിൽ അറിയിച്ചിരുന്നു. അങ്ങനെ വാങ്ങിയ ബോണ്ടുകളുടെ വിശദാംശങ്ങൾ അത് SBI കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കേണ്ടതായുണ്ട്. രണ്ടാമത്തെ ഭാഗമായി SBI അറിയിക്കേണ്ടത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര തുക ലഭിച്ചു എന്നതാണ് അറിയിക്കേണ്ടതായി ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് വ്യക്തി ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ എത്ര ബോണ്ട് വാങ്ങി അല്ലെങ്കിൽ വാങ്ങിയ തുക എത്ര രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിച്ചു അത് ഈ ഘട്ടത്തിൽ അറിയാൻ വേണ്ടി കഴിയുമോ എന്ന കാര്യം ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ അറിയാൻ വേണ്ടി കഴിയുമോ എന്ന കാര്യം സംശയമാണ്. കാരണം ഈ രണ്ട് രേഖകളും ക്രോഡീകരിക്കേണ്ടതില്ല എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ SBIയുടെ പക്കലുള്ള രേഖ അത് അതുപോലെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ 15-ാം തീയതിക്കുള്ളിൽ പ്രസിദ്ധീകരിക്കണം. അങ്ങനെ വരുമ്പോൾ ഫലത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരൊക്കെ എത്രയൊക്കെ ബോണ്ട് വാങ്ങി എന്ന് നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര തുക ലഭിച്ചു എന്നതിനെ സംബന്ധിച്ച ഒരു വ്യക്തത ഉണ്ടാകുന്നതായിരിക്കും. അതിനപ്പുറം എക്സ് വാങ്ങിയ, അതായത് ഒരു സ്ഥാപനം വാങ്ങിയ തുക, ഒരു സ്ഥാപനം ഒരു പാർട്ടിക്ക് ഇത്ര തുക നൽകി എന്നതിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ വേണ്ടി കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അക്ഷരാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനും ഒരുപക്ഷെ SBIക്കുമൊക്കെ വേണ്ടിയിരുന്ന ഒരു കാര്യം അതായിരുന്നു. കാരണം അങ്ങനെ വരികയാണെങ്കിലാണ് ഈ ക്വിഡ് പ്രോക്കോയും മറ്റും, അതായത് ഏതെങ്കിലും കാര്യങ്ങൾക്ക് കാര്യസാധ്യത്തിന് വേണ്ടിയാണോ ഈ പണം നൽകിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തെളിയിക്കണമെങ്കിൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്ര തുക നൽകി എന്ന് തെളിയിക്കേണ്ടതായി വരും. അത് ഈ ഘട്ടത്തിൽ തെളിയുമോ എന്ന കാര്യം, ഈ വിധിയിൽ നിന്ന് തെളിയുമോ എന്ന കാര്യം വ്യക്തമല്ല. നിലവിൽ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെ വ്യക്തികൾ ഈ ബോണ്ടുകൾ വാങ്ങി അത് എത്ര തുകയാണ്. അങ്ങനെയെങ്കിൽ SBIക്ക് കാര്യങ്ങളിൽ ഒരു തിരിച്ചടിയാണെങ്കിലും കേന്ദ്രം എന്താ ആഗ്രഹിക്കുന്നു ആ നിലയ്ക്കാണ് ഇതിൻ്റെ ഒരു ഫലം ഒരുപക്ഷെ വരാനിരിക്കുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാം ഈ പാർട്ടികളിലേക്ക് ഫണ്ടുകൾ എത്തുന്നത് സംബന്ധിച്ച് പല വിധത്തിലുള്ള ആരോപണങ്ങൾ, അത് ഏതൊക്കെ ഇടങ്ങളിൽ നിന്ന് പണം എത്തുന്നു, അത് രാജ്യത്തിന് എതിരായ രീതിയിലുള്ള ഫണ്ടുകൾ എത്തുന്നു തുടങ്ങിയ പലവിധ ആരോപണങ്ങളും ഒക്കെ കണ്ടതാണല്ലോ. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുന്നത് പല രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്നുകൂടി വരും ദിവസങ്ങളിൽ കണ്ടറിയണം അല്ലേ? തീർച്ചയായും. കാരണം ഈ വിധി ഇന്ന് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് തുറന്ന കോടതിയിൽ പറഞ്ഞിരിക്കുന്ന വിധി നമ്മൾ മൊത്തത്തിലൊരു അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര തുക ലഭിച്ചു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. അതിലൊരു വലിയ പുതുമ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം ഈ സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി പ്രസ്താവിച്ചിരുന്നപ്പോൾ തന്നെ അതിൽ ഈ ഒരു വിധി എഴുതിയിരുന്ന, അതായത് കൺകറന്റ് ജഡ്ജ്മെന്റ് എഴുതിയിരുന്ന ജസ്റ്റിസ് BR ഗവയുടെ വിധിയിൽ അദ്ദേഹം ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനകളുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അതിനുശേഷം, അതായത് കഴിഞ്ഞ വർഷത്തിന് ശേഷമുള്ള ഈ തുകയുടെ വിശദാംശങ്ങൾ മാത്രമാണ് ഇനി പുതുതായി പുറത്തു വരേണ്ടതായുള്ളത്. ഏതൊക്കെ ആൾക്കാരാണ് എത്രത്തോളം വാങ്ങിയത് എന്നതിനെ സംബന്ധിച്ച് അറിയാനും നമുക്ക് ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ സാധിക്കുന്നതായിരിക്കും. പക്ഷേ ഏത് വ്യക്തി വാങ്ങിയത് പണം ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് പോയി എന്നതിനെ സംബന്ധിച്ച് ഒരു വിശദാംശം അറിയുന്നതിന് ഈ ഉത്തരവ് കൊണ്ട് കഴിയുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും നാളെ SBIയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പക്കലുള്ള എല്ലാ രേഖകളും ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ മാർച്ച് 15-നുള്ളിൽ പ്രസിദ്ധീകരിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ചുരുങ്ങിയ പക്ഷം ഈ ആരൊക്കെ എത്രയൊക്കെ ബോണ്ട് വാങ്ങി, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്രയൊക്കെ തുക ലഭിച്ചു, ഈ രണ്ട് ചോദ്യങ്ങൾക്കും മാർച്ച് 15-ഓടുകൂടി കൃത്യമായ ഉത്തരം ലഭിക്കും. പക്ഷേ ആര് വാങ്ങിയ ബോണ്ട്, ഏത് വ്യക്തിയുടെ പണം ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് പോയി എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദാംശം ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ ഉടൻ ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും ഒരു ക്ലാരിറ്റി ലഭിക്കേണ്ടതായുണ്ട്. നിലവിൽ ഇക്കാര്യത്തിൽ നിയമവിദഗ്ധരൊക്കെ 2-3 വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പറയുന്നത്. പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ ഈ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും അല്പം ആശ്വാസകരമാകുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. ബാലഗോപാൽ, അങ്ങനെയെങ്കിൽ ഇപ്പോൾ ആർക്ക് കൊടുത്തു എന്നതാണല്ലോ ഒരു പ്രധാനപ്പെട്ട വിഷയം. എത്ര കിട്ടി, എത്ര കൊടുത്തു എന്നത് വരുമെങ്കിലും ഇതിനുള്ള ലിങ്ക്
അത് വ്യക്തമാകുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. അത് ഒരുപക്ഷെ ഈ വിവരങ്ങൾ വന്നാൽ അത് നൽകിയവർക്ക് അത് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് അവരുടെ ഒരു സ്വകാര്യതയെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ, അല്ലെങ്കിൽ ഈ വിവരങ്ങൾ പുറത്തു വന്നാൽ പാർട്ടികൾക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വിവാദമാകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ഫണ്ട് വന്നോ തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ, അതോ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കേണ്ടതാണോ എങ്ങനെയാണ് വിവരങ്ങൾ പുറത്തറിയിക്കേണ്ടത് എന്ന്? തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതിൽ കാര്യമായ റോളൊന്നുമില്ല. കാരണം ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ വിധി വളരെ വ്യക്തമാണ്. നേരത്തെ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരുന്ന ഉത്തരവിലെ 2 നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പാലിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നത്. SBI സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രതിസന്ധി അവർ കോടതിക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നത് ഈ വാങ്ങിയ തുക, അതായത് ഒരു വ്യക്തി വാങ്ങിയ ബോണ്ടിൻ്റെ തുക ഏത് പാർട്ടിക്കാണ് പോയത് അത് മാച്ച് ചെയ്യുന്നതിന്, അത് ഡീകോഡ് ചെയ്യുന്നതിന് തങ്ങൾക്ക് സമയം വേണമെന്നായിരുന്നു നേരത്തെ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഈ SBIയുടെ പക്കലുള്ള മുഴുവൻ രേഖകളും, മുദ്രവെച്ച കവറിലുള്ള രേഖകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാനും ആ രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതുമണ്ഡലത്തിലേക്ക് ഔദ്യോഗികമായി പരസ്യപ്പെടുത്തണമെന്നുമാണ് ഇപ്പോൾ ഈ വിധിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വിധി നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യം, ഇന്ന വ്യക്തി വാങ്ങിയ പണം അല്ലെങ്കിൽ ബോണ്ടിൻ്റെ പണം ഇന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പോയി എന്ന് നമുക്ക് കൃത്യമായ ഒരു അറിയാൻ വേണ്ടി, ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ അറിയാൻ വേണ്ടി കഴിയുമോ എന്ന സംശയം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഹർജിക്കാർക്ക് ഇതൊരു വലിയ വിജയമാണ്. കാരണം ഈ SBI ഒരു വിവരവും ഈ ജൂൺ 30-ന് മുമ്പ് പരസ്യപ്പെടുത്തില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആ ആവശ്യം സുപ്രീം കോടതി നിരാകരിച്ചിരിക്കുകയാണ്. ചുരുങ്ങിയ പക്ഷം എത്രയൊക്കെ ബോണ്ട് വാങ്ങി, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്രയൊക്കെ തുക ലഭിച്ചു, ഇക്കാര്യം ഈ 2 വിശദാംശങ്ങളും ഫെബ്രുവരി 15-നുള്ളിൽ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.